2024 ജൂലൈ 30 പറയുമ്പോൾ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ജൂലൈ 30 ഈ ദിവസം ജീവിതത്തിലൊരിക്കലും മലയാളി മറക്കില്ല. അല്ലെങ്കിൽ ആ ദുരന്തത്തിന്, വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സാക്ഷിയായവരോ അല്ലെങ്കിൽ അതിൻ്റെ ഹതഭാഗ്യരോ ഒക്കെയായിട്ടുള്ള, അത് കാണാനും റിപ്പോർട്ട് ചെയ്യാനുമൊക്കെ അവിടെ ആ സമയത്തെത്തിയ ആളുകൾക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്തരം ഒരു അനുഭവത്തെയും അനുഭവമുള്ളവരെയും കാണാനോ അറിയാനോ ഉള്ളൊരവസരം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടമായിരിക്കും അത്. കാരണം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രമേൽ വലിയ ഭീകരതയുടെ ഒരു മുഖമായിരുന്നു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. ഇന്ന് ജൂലൈ 30 ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷം നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രേതഭൂമി പോലെ ഇന്നും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഈ ജൂലൈ 30 ബന്ധപ്പെട്ട് അന്ന് ആ റിപ്പോർട്ടിങ്ങിന് വേണ്ടി 10-14 ദിവസം തുടർച്ചയായി ആ പ്രദേശത്ത് ചിലവഴിച്ച ഒരാളെന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ, കണ്ണീരിൻ്റെ ഓർമ്മകൾ, ദുഃഖം കടിച്ചിറക്കുന്ന ഒരുപാട് മുഖങ്ങളെ കണ്ട, ഒരുപാട് ദൈന്യതമാർന്ന ജീവിതങ്ങളെ കണ്ട ആ ഒരു കാലഘട്ടത്തെ ഒന്ന് അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരം ഒരു ടോക്കിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് രാവിലെ അതിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുൻപ്, അഥവാ ജൂലൈ 28 29 നല്ല കോരിക്കട്ടി കഴിയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അന്ന് പുലർച്ചെ ഒരു 5 മണി 6 മണി ആ ഒരു സമയത്ത് ഞങ്ങളുടെ വയനാട് ബ്യൂറോ ചീഫ് നിസാം എൻ്റെ ഫോണിലേക്ക് തുരുതുര വിഷ്വലുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ ഉരുൾപൊട്ടൽ നടക്കാറുണ്ട്, പക്ഷേ ആ ഉരുൾപൊട്ടലുകളുടെ ഒരു ഭീകരതയുടെ ഒരു എക്സ്ട്രീം ലെവൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ലെവലിലേക്ക് നമ്മൾ ദുരന്തത്തെ, സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ടിട്ടില്ല. ചില സ്ഥലത്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കും, അതങ്ങനെ എല്ലാ സ്ഥലത്തെയും ദുരന്തം തന്നെ, വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെ. പക്ഷേ ആ സമയം, ഈ മെസ്സേജ് കിട്ടുന്ന സമയം നമുക്കറിയില്ല. പിന്നീട് ചാനലുകളൊക്കെ രാവിലെ തന്നെ നമ്മൾ മാറി നോക്കിയപ്പോൾ ചാനലുകളിലൊന്നും കാര്യമാത്രമായിട്ടുള്ള ഒരു ദുരന്തം നടന്നിട്ടുണ്ട്, കൂടുതൽ വിവരങ്ങൾക്കും ആർക്കും പറയാൻ കഴിയുന്നില്ല. ഒരു 6:30 മണി വരെയെങ്കിലും ആർക്കും അത് പറയാൻ കഴിയുന്നില്ല. അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നും ചില മരണങ്ങളുണ്ട് എന്നുമൊക്കെയാണ് ആ സമയത്തൊക്കെയുള്ള വാർത്ത. പക്ഷെ അപ്പോഴും അതിന് കാരണമുണ്ട്. കാരണം മേപ്പാടിയിൽ നിന്ന് 8-9 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ളൊരു കാലതാമസം, പിന്നെ ആ കോരിക്കട്ടി പെയ്യുന്ന മഴയുടെ ഒരു പ്രയാസം, അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾ പരിഭ്രാന്തരായി കിടക്കുന്ന ഒരു സമയം, ഇതൊക്കെ അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പം രാവിലെ തന്നെ പിന്നീട് ചിത്രം വ്യക്തമാവുകയാണ്. നടന്നതൊരു ചെറിയ അപകടമല്ല, ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതെയായി പോയിട്ടുള്ള 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നും, അപ്പോഴും 100 കണക്കിനൊന്നും പറയുന്നില്ല, ഒറ്റപ്പെട്ട 1-2 ആളുകളുടെയൊക്കെ കണക്കുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പതിയെ ഒരു 7 മണിയോട് കൂടിയിട്ടൊക്കെ അതിൻ്റെ ചിത്രം വ്യക്തമാവുകയാണ്. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് ഒരു വർഷം തികയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളുടെ രൂപത്തിലേക്കൊന്നും അത് വന്നിട്ടില്ല. അത് വരുന്നതൊക്കെ പിന്നീടുള്ള മണിക്കൂറുകളിലാണ്. അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ ഒരു സമയത്തേക്ക് എത്തുന്ന സമയത്താണ് രാവിലെ ഒരു 7-7:30 മണിയാകുമ്പോഴേക്കിന് ഞങ്ങളുടെ മാനേജിങ് എഡിറ്റർ TP ചെറുപ്പ് സാറ് അദ്ദേഹം വിളിക്കുന്നു, ഉടനെ വയനാട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പം പോകുന്ന പോക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലാണ്. ഇട്ട ഡ്രസ്സിൽ അങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നിതീഷും ഞങ്ങളുടെ ബ്യൂറോയിലെ റിപ്പോർട്ടർമാരും അങ്ങനെ ഞങ്ങളുടെ ക്യാമറമാനും എല്ലാവരും, ഞങ്ങൾ 4 പേര് ഒന്നിച്ചൊരു വാഹനത്തിൽ പോവുകയാണ്. അപ്പോൾ ഏകദേശം അവിടെ നമ്മൾ ആ പുറപ്പെടുന്ന സമയത്ത്, അന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല മൂടിക്കെട്ടി കാർമേഘം ഉള്ള ഒരു അന്തരീക്ഷം,
വയനാട് ചുരമൊക്കെ കോടമഞ്ഞിൽ പുതഞ്ഞ് മുൻപോട്ട് കണ്ണു കാണാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം അന്നത്തെ പുലർച്ചയ്ക്ക് അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിനൊരു ഭീകരതയുടെ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു മുഖമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഞങ്ങൾ 10-12 മണിയോട് കൂടി തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താ പറയുക, കരൾ ഒരു നിമിഷം നമ്മളിങ്ങനെ സ്തംഭിച്ചു പോകും. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ കുടയും ക്യാമറയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടത് ആളുകൾ തിരിച്ചു ഓടുന്ന രംഗമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഒരു അഭ്യൂഹം പരക്കുകയാണ് അവിടെ, വീണ്ടും പൊട്ടി എന്നൊരു അഭ്യൂഹം. ആ ഒരു ഞങ്ങൾ ഓടുകയാണ്. പിന്നെ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഫയർഫോഴ്സ് എല്ലാം വാഹനം എടുത്ത് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ അവിടുന്ന് പെട്ടെന്ന് പോരുന്നു. പോലീസ് ഉൾപ്പെടെ ഓടുന്ന രംഗം ആ ഒരു സമയത്തുണ്ട്. പിന്നീട് അതൊരു റൂമർ മാത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ വീണ്ടും അവിടേക്ക് പോയ സമയത്താണ് പിന്നീട് നമ്മൾ ആ ചൂരൽമല അങ്ങാടിയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ആ ചൂരൽമല പാലത്തിൻ്റെ അങ്ങാടിയുടെ ഇടതുഭാഗത്ത് സ്കൂളിൻ്റെയൊക്കെ അവിടെ ആ ഭാഗത്ത് ഇടതുഭാഗത്തായിട്ട് പുഴ ദിശ മാറി ഒഴുകിയതും വീട്ടിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോയതും വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചതും ആ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോഴും ഞാൻ കട്ടിപ്പാറ കരിഞ്ചോല ദുരന്തത്തിൽ റിപ്പോർട്ടിങ്ങിന് പോയ ഒരാളാണ്. അപ്പോൾ അവിടെയും ആ ഒരു പെരുന്നാൾ ദിവസം കണ്ട ഒരു അപകടത്തിൻ്റെ ഒരു ഭീകരത എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം. പക്ഷേ അതോടാണ് ഞാനിത് കമ്പയർ ചെയ്യുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒന്ന് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഒരു ദുരന്തത്തോടാണ് ഈ ഒരു ദുരന്തത്തെ കമ്പയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഓരോ കാലടിപ്പാടുകൾ മുന്നോട്ട് വെക്കും തോറും നമ്മുടെ ആ ഒരു ഭീകരതയുടെ ആഴം കൂടി വരികയും നമ്മുടെ മനസ്സിങ്ങനെ ഇടുങ്ങി നമ്മൾ വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമെന്നോ ഒന്നും ആ സമയത്ത് നമ്മുടെ ചിന്തയിലേക്കില്ല. പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. കാരണം മരവിച്ച മനസ്സാണ്. അന്നെൻ്റെ ക്യാമറമാൻ നിഖിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് കാണാൻ കഴിയുന്നില്ല, എനിക്ക് ക്യാമറ ചെയ്യാൻ കഴിയുന്നു. കാരണം അവിടെ പതറിപ്പോവാണ്. കാരണം കാണുന്നിടത്തൊക്കെ ആളുകളുടെ ബോഡികൾ, നിശ്ചലമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്, അതുപോലെ അവിടെ നിൽക്കുകയാണ്. അവിടുത്തെ SKSFൻ്റെ വിക്കായുടെ പ്രവർത്തകർ എന്നെ കൂട്ടി ഒരു വീടിനകത്തേക്ക് കൊണ്ടുപോയി. ആ വീടിനകത്ത് ഉറങ്ങിക്കിടന്ന വീടിൻ്റെ 2ാം നിലയാണ്. 1ാം നില മൊത്തം തകർന്ന് കിടക്കുകയാണ്. ചെളിയും പാറക്കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞു നിൽക്കുകയാണ്. 2ാം നിലയിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ആ കട്ടിലിൽ കിടന്ന ആളുകൾ, ആ വീട്ടിൻ്റെ താഴെയായിട്ട് അവിടുത്തെ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയോ മറ്റോ ഒന്ന് അവിടെ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പം ഇത് ഇത്തരത്തിലുള്ള നമ്മളെപ്പോലെ ഉറങ്ങിക്കിടന്ന ആളുകൾ ഒരു ദിവസം ഒരു രാത്രി നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കിന് ഒന്നുമല്ലാതായി പോകുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ഓരോ കാലടിപ്പാട് മുന്നോട്ട് വെക്കുമ്പോഴും അതിൻ്റെ ഒരു ഭീകരതയുടെ വല്ലാത്തൊരു മുഖം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ അന്ന് ചെറിയ ഒരു പാലമാണ് നമ്മൾ ഈ ചൂരൽമലയും അതോടൊപ്പം തന്നെ അട്ടമല ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഇപ്പോൾ ബൈലിപ്പാലമൊക്കെ വന്ന സ്ഥലം. അപ്പോൾ ഈ ബെയിലിപ്പാലം വരുന്നതിന് മുൻപ് കേരളത്തിലെ ഫയർഫോഴ്സ് അവരെ ആരും അഭിനന്ദിച്ച് കണ്ടില്ല. കാരണം ഈ സൈന്യം ഒരു ബെയിലിപ്പാലം ഉണ്ടാക്കി, അത് വലിയ വാർത്തയായി. പക്ഷേ സൈന്യം ഈ അട്ടമല ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഫയർഫോഴ്സ് വടം കെട്ടി ഒരു പാലം പോലെ ചിത്രീകരിച്ചു. കാരണം കുത്തി ഒഴുകുകയാണ് ആ പുഴ, നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഒരു വടം കെട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ അവിടേക്ക് കിടക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു വടമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ആ വടം കെട്ടിയ സ്ഥലത്ത് തന്നെ കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു നടപ്പാലം പോലെയുള്ളൊരു പാത സജ്ജീകരിക്കുന്നു. അതിനുശേഷം സൈന്യം തന്നെ വന്ന് ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു പാലം പണിയുന്നുണ്ട്. പിന്നീട് അത് ഒലിച്ചു പോവുകയോ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ വീണ്ടും അതിന് തകരാറ് വരികയോ ചെയ്തു. പിന്നീടാണ് ഈ ബെയിലി പാലമൊക്കെ പിന്നീട് 2, 3, 4 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് പിന്നീട് അതിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത്. ആദ്യത്തെ ഈ ഒരു വടം കെട്ടിയിട്ടുള്ളൊരു യാത്രയുണ്ട്. അപ്പോൾ അതിലൂടെയാണ് പല ബോഡികളും കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ആ ഭാഗത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഒരു ഉച്ചയോടുകൂടിയൊക്കെ അവിടെ എത്തുമ്പോൾ ആർക്കും ഒരു വ്യക്തതയില്ല, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുഴ കടന്ന്
അപ്പുറത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് കുറേ ആളുകൾ കുടുങ്ങി കിടന്നിട്ടുണ്ട്. അവിടെ എത്ര പേര് മരിച്ചു എന്ന് ആർക്കൊരു ഒരു അറിയിപ്പില്ല, ആർക്കൊരു ധാരണയില്ല. അങ്ങനെ അവിടെ നിന്ന് ആളുകളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, രക്ഷാപ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള ആ ഒരു ഭീകരത ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യനിങ്ങനെ മരവിക്കുകയാണ്. പിന്നെയെന്ന് പറയുന്നത് കാലിൻ്റെ ഏകദേശം മുട്ടോളം ചെളിയാണ്. കാരണം ചെരുപ്പിട്ട് നടക്കാൻ കഴിയില്ല. ചെരുപ്പ് കയ്യിലേന്തി നമ്മളിങ്ങനെ ചളിയിൽ നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മുടെ മസിലൊക്കെ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് അതിൽ. കാരണം നമ്മൾ മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും, രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും, എല്ലാ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയാണ്. ഒരാളുടെ പോലും ഷർട്ടും മുണ്ടും ഒന്നും ചീത്തയാവാത്ത അവസ്ഥയില്ല. കാരണം അതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. മഴ ഒരു ശമനം മഴയ്ക്കില്ല. ചെറുതാണെങ്കിലും ആ ചളിയെല്ലാം കുന്നുകൂടി. പിന്നെയാണ് നമ്മൾ മുണ്ടക്കൈ അങ്ങാടിയിലേക്ക് നമ്മൾ എത്തുന്നത്. മുണ്ടക്കൈ അങ്ങാടി എത്തുന്ന സമയത്തുള്ള കാഴ്ച എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഞാൻ എൻ്റെ ഏറ്റവും ആ ഒരു ദുരന്തത്തിൽ സ്ട്രൈക്ക് ചെയ്ത 2-3 സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളത്, ഒന്ന് എല്ലാവരും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നൗഫലിനെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് സുപ്രഭാതത്തിൻ്റെ തന്നെ ഞങ്ങളുടെ പത്രത്തിൻ്റെ തന്നെ ലേഖകനുണ്ട്, മുണ്ടക്കയിൽ തന്നെയുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത്. അപ്പോൾ അവൻ്റെ ആ വാർത്തയെ വിഷ്വലൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടൊരു ചാനലിൽ ഞങ്ങളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോകുന്നൊരു രംഗമുണ്ട്. അദ്ദേഹമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മൈക്കെടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവർ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള അനുഭവമാണ്. പക്ഷേ ആ സ്ട്രൈക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ അവരും അവൻ്റെ സമാന സാഹചര്യമുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും നഷ്ടപ്പെട്ട കുറേ ആളുകൾ. പക്ഷെ അതിലേറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഈ നൗഫലിനാണ്. ഈ നൗഫലിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ അവരും ഒരു ഹാളിനകത്ത് 5-8 പേരുണ്ട്, നിലത്ത് പായ വിരിച്ച് അവരിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി അവരുടെ ആ ഒരു പ്രഷറിനെ അവർ കുറയ്ക്കണം, സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നൗഫലിൻ്റെ കാര്യങ്ങളൊക്കെ നൗഫലിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചാനലിനോട് സംസാരിക്കുക എന്നുള്ള നിലക്കൊന്നല്ലായിരുന്നു, പക്ഷെ ഒരാൾ സംസാരിക്കാൻ വരുമെന്നുള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ സഹകരിക്കുന്നുണ്ട്. പിന്നെ നൗഫലിന് പിന്നെ തോന്നുകയാണ് ഇത് പറയണമെന്ന്. കാരണം നൗഫലിന് അത് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രെസ് ഒഴിവാകുമെന്ന് നൗഫൽ ആ ഒരു തലത്തിലേക്ക് എത്തുന്നു. പിന്നെ നൗഫൽ പറഞ്ഞു തുടങ്ങി അങ്ങ് കരിയാണ്. അതിലേറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാനും എൻ്റെ കുട്ടികളും നിൽക്കുന്ന ഒരു രംഗമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന രംഗം. അത് വല്ലാത്തൊരു രംഗമാണെന്ന് പറഞ്ഞിട്ട് നൗഫൽ അവൻ്റെ ഫോണിൽ റീല് ചെയ്യുന്നത്, വാപ്പയും മക്കളും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, ഇത് പറഞ്ഞിട്ട് നൗഫൽ കരയുന്നൊരു രംഗമാണ്. അത് മനസ്സിൽ നിന്ന് പോകാത്ത ഒരു രംഗം തന്നെയായിരുന്നു ആ ഒരു രംഗം. പിന്നീട് ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തൊരു മുണ്ടക്കൈ പള്ളിയുടെ ഇമാമ് മരിച്ച ആ ഒരു സ്ഥലം, ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപെയാണ് ഇമാമിൻ്റെ ബോഡിയുമായിട്ട് ആളുകൾ പോകുന്നത്. ആ പള്ളിയിലെ ഒരു രംഗം, ആ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു പാടിയുടെ റോഡിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു മരത്തിൽ ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിക്കാനിരിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ മരത്തിൻ്റെ താഴെ ഞങ്ങളിങ്ങനെ കാല് വെക്കുന്ന ഒരു വലിയൊരു തടിയാണ്. ആ തടിയിലിരുന്ന് അത് കാല് വെക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിറ്റേന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് ഒരു കുട്ടിയുടെ ഒരു ബോഡി കിട്ടുന്നത്. ഞങ്ങൾ കാല് വെച്ച സ്ഥലത്ത് നിന്നാണ് ബോഡി കിട്ടുന്നത്. ആ ബോഡി തന്നെ കുറച്ച് പകുതിയായിട്ടുള്ള ബോഡികളൊക്കെയാണ്. ഈ ഒരു സംഭവം കാണുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഹറിബറി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഞങ്ങളിങ്ങനെ മുണ്ടക്കൈയിലൊക്കെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോയി നിൽക്കും. 2-മത്തെയോ 3-മത്തെയോ ഒക്കെ ദിവസമാണ്, എനിക്ക് തോന്നുന്നു 4-മത്തെ ദിവസം മറ്റുമാണ്, എന്തായാലും 2-മത്തെ ദിവസമല്ല. അപ്പം വരുന്ന സമയത്താണ് ഒരു വീട്ടിൽ കുറേ ആളുകൾ പൊളിഞ്ഞ വീടിൻ്റെ അകത്തുനിന്ന് അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, സന്നദ്ധ പ്രവർത്തകർ. അവിടെ കാസിക്കുഞ്ചി എന്ന് പറയും, അല്ലെങ്കിൽ പണപ്പെട്ടി, കുട്ടികളുടെ പണപ്പെട്ടി. അപ്പോൾ പണപ്പെട്ടിയുണ്ട്, കല്യാണക്കുറിയുണ്ട്, പിന്നെ ഒരു 19,000 രൂപയുടെ 500-ൻ്റെ നോട്ട് കെട്ടുണ്ട്, കല്യാണക്കുറിയുണ്ട്, തസ്ബീഹ് മാലയുണ്ട്, നിസ്കാരക്കുപ്പായമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ പുസ്തകം, വസ്ത്രം, ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്നു. അപ്പോൾ നമ്മളിതിനിങ്ങനെ കമ്പയർ ചെയ്ത് നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു
നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു രംഗമുണ്ടല്ലോ, ആ ഒരു രംഗമാണ് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ രംഗം. പിന്നെ മൂന്നാമത്തെ ഏറ്റവും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഘട്ടം ഉണ്ടായത് മേപ്പാടി പള്ളിയിൽ ഖബർസ്ഥാനിൽ ഇങ്ങനെ ആളുകളിങ്ങനെ കൊണ്ടുവരികയും ഇതാവുകയാണ്. അപ്പോൾ പള്ളിയിൽ നമ്മളിങ്ങനെ നിൽക്കും, പള്ളി കമ്മിറ്റിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ബന്ധപ്പെടും. അപ്പോൾ പള്ളി കമ്മിറ്റി അവിടുത്തെ സമസ്തയുടെ നേതൃത്വത്തിൽ 15 അങ്ങനെ ഉണ്ടാവുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ 3, 7, 15 എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 7 or 15 അങ്ങാണ്ടാണ് സമസ്തയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ ഉസ്താദുമാരൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥന ചടങ്ങ് ആ പള്ളിയിൽ വരികയാണ്. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥന സംഘടിപ്പിക്കുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മളൊക്കെ തമാശ രൂപേണ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടാന്ന്. നമ്മൾ കുറേ കാലം നമ്മൾ സുഹൃത്തിനെ വേണ്ടപ്പെട്ടവരൊക്കെ കാണാത്ത ഒരു സമയത്ത് നമ്മൾ ചോദിക്കും. പക്ഷെ അവിടെ വച്ചിട്ട് പള്ളിയുടെ മുറ്റത്ത് വെച്ച് പരസ്പരം ആളുകൾ കാണുമെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, അവരൊക്കെ ഒന്നെങ്കിൽ ക്യാമ്പിലോ ബന്ധുവീടുകളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നലെ വരെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവരെ കാണാതിരിക്കുമ്പം അവരൊക്കെ വിചാരിക്കുന്നത് എന്താണ്, അവ മരിച്ചുപോയി എന്നാണ്. പക്ഷേ ഈ ഒരു ദിവസം പള്ളിയുടെ മുറ്റത്ത് വെച്ച് അവരിങ്ങനെ പരസ്പരം കെട്ടിപ്പിടിക്കുക, എന്നിട്ട് പറയാണ് നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സൗഹാർദ്ദത്തിൻ്റെ ചോദ്യത്തിൻ്റെ അതിൻ്റെ ഇത്രയും ശക്തമായൊരു ആ വേർഡിൻ്റെ ഒരു ഇത് കണ്ടൊരു ദിവസമായിരുന്നു. കാരണം പരസ്പരം നീ മരിച്ചില്ലേ എന്ന് ഒരാൾ ചോദിക്കുക എന്നുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്കി. നീ മരിച്ചില്ലേ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഡെപ്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ ഒരു അവസ്ഥ പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. അത് വല്ലാത്തൊരു രംഗമായിരുന്നു, ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു രംഗമായിരുന്നു. ഒരു ഹാനി 10ാം ക്ലാസ്സുകാരൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്പറൊക്കെ വാങ്ങി വെച്ച് ഈ ഹാനി എന്ന് പറയുന്നൊരു മോന് തൻ്റെ വല്യമ്മനെയും എല്ലാവരെയും രക്ഷിച്ച് ഉമ്മയും മറ്റുള്ളവരൊക്കെ നഷ്ടപ്പെട്ട ഒരു കൊച്ചനുജത്തി മാത്രം ബാക്കിയായിട്ടുള്ളൊരു ഹാനിയുണ്ട്. ഹാനിയുടെ ഒക്കെ ഒരു രംഗം, വല്ലാത്തൊരു രംഗം. ഈ പള്ളി കമ്മിറ്റിയെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും അഭിനന്ദിക്കുന്നൊരു കാര്യം, ഈ പള്ളി കമ്മിറ്റിയുടെ ഒരു കോർഡിനേഷൻ ഭയങ്കര കോർഡിനേഷനായിരുന്നു. അവിടുത്തെ സമസ്തയുടെ നേതൃത്വത്തിലുള്ള ആ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ചേർന്ന് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇന്ന ഖബർ കുഴിക്കാൻ ആൾ വേണം, അങ്ങനെ ഖബർ കുഴിക്കുന്നു. ഈ പള്ളി കമ്മിറ്റി കൂടെ തീരുമാനം എടുക്കുകയാണ്, മേപ്പാടി പള്ളി കമ്മിറ്റി. അവിടെ വരുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഏത് സമയത്തും അവിടെ ജാതി നോക്കട്ടെ മതം നോക്കട്ടെ ഒന്നും നോക്കാതെ പള്ളിയുടെ മുകളിൽ പള്ളി എങ്ങനെയും ഉപയോഗിക്കാം. അവിടെ ആണോ പെണ്ണോ വ്യത്യാസമല്ല, അവിടെ മതം ജാതി വ്യത്യാസമല്ല, എല്ലാവരും പള്ളിയുടെ മുകളിൽ കിടക്കാം, ഇരിക്കാം. സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ഏറെ ആശ്വാസമായിരുന്നു. അവരവിടെ വന്നാൽ മാത്രം മതി. വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, ഇനി എന്താണോ അവർക്ക് വേണ്ടത് എല്ലാം ഈ പള്ളി കമ്മിറ്റിയിൽ റെഡിയാണ്. ഒരു 10-15 ദിവസം ഒരു പള്ളി കമ്മിറ്റി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഇങ്ങനെ ഒരു സന്നദ്ധതയ്ക്ക് വരിക. ഞാൻ ആ പ്രസിഡൻറ്റിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ. അവരുടെ പ്രവർത്തനം നമുക്ക് എടുത്തു പറയാതെ തരമില്ല. പിന്നെ നമ്മൾ അവർക്കൊക്കെ ഈ കൂട്ടക്കുഴിമാടം ഇന്നതിൻ്റെ പേര് മാറ്റി. അപ്പോൾ പുത്തുമലയിലെ അവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കൂട്ടക്കുഴിമാടം ഇന്നതിൻ്റെയൊക്കെ പേരൊക്കെ മാറ്റി പുതിയ രൂപത്തിലേക്ക് വന്നു. വളരെ നല്ല കാര്യം. പിന്നെ സൗഹൃദ മത പ്രാർത്ഥന ഒക്കെ നിർവഹിച്ച് അതിൻ്റെ മറവാടുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു വർഷം ഒരു അതിജീവനത്തിന് സത്യം പറഞ്ഞാൽ അന്നത്തെ റിപ്പോർട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരും. ഇവിടെ വന്നിട്ട് കൽപ്പറ്റയിലെ ഞങ്ങളുടെ ഓഫീസിനോടനുബന്ധിച്ച് സുപ്രഭാതം വയനാട് ബ്യൂറോ ഓഫീസിനോട് തൊട്ടടുത്തുള്ള റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. താമസിക്കുമ്പം രാത്രി നമ്മൾ അവിടെ പിന്നെ എഡിറ്റ് ചെയ്യാനോ ലാപ്ടോപ്പാണ്, പിന്നെ കുറേ സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യണം, അതുപോലെ പല കാര്യങ്ങളും ചെയ്യണം, നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പം നമ്മൾ രാത്രി കുറച്ച് തിരച്ചിലൊക്കെ നിർത്തി വെക്കുന്നൊരു സമയത്ത് നമ്മൾ തിരിച്ചു പോരും. റൂമിലെത്തും, കുളിച്ച് പിന്നെ എഡിറ്റിങ് കാര്യമൊക്കെ നടത്തി നമ്മൾ ഭക്ഷണമൊന്നും നമ്മളങ്ങനെ കഴിക്കൂല, കാരണം കഴിക്കാൻ തോന്നൂല. കാരണം അതായിരുന്നു അവസ്ഥ. കാരണം നമ്മൾ കുറേ ആളുകളിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ നിൽക്കുന്നൊരവസ്ഥയല്ലേ. പിന്നെ നമുക്ക് മനസ്സ് മുഴുവൻ ഈ കാഴ്ചകളാണ്. ഓരോ ബോഡി, കൈയില്ലാത്ത, തലയില്ലാത്ത, കാലില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട് ഈ കുഞ്ഞുകുട്ടികളുടെയൊക്കെ ബോഡി കാണുമ്പോൾ നമ്മളിങ്ങനെ പെട്ടഞ്ഞു പോകുമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത്തരം അവസ്ഥകളൊക്കെ ഉണ്ട്.
അപ്പോൾ രാത്രി വന്നിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് മുഖം പൂറ്റി കിടന്ന് ഒന്നാണ്ട് കരയും. കരഞ്ഞാലേ ആ സ്ട്രെസ് അന്ന് പോകുള്ളൂ. എന്നാലേ പിറ്റേന്ന് രാവിലെ അതിൻ്റെ ഒരു ഊർജ്ജം കിട്ടുള്ളൂ നമുക്ക് അവിടെ പോകാൻ. കരഞ്ഞു തീർക്കും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു ദിവസം ഭയങ്കരമായൊരു ഓർമ്മയുടെ, ഒരു വേദനയുടെ, ഇന്നും വേദനിക്കുന്ന. കാരണം അന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് സുഹൃത്തുക്കൾ, ഈ ദുരന്തത്തിന് ഇരയായ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട്, ഇന്നും കോണ്ടാക്റ്റും ബന്ധവും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകൾ. ഞാനിത് സംസാരിക്കാൻ തന്നെ കാരണം അത്തരത്തിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചുള്ളൊരു മെമ്മറി നിങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത് പോലും. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടായ്മകളും ആളുകളും ഒക്കെ നമുക്ക് കിട്ടുന്നു, അവരൊക്കെ ബന്ധപ്പെടുന്നു. അപ്പോൾ ഈ ജൂലൈ 30 എത്തി നിൽക്കുമ്പം എൻ്റെ ടോക്ക് ഈ ഒരു ടോക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുരന്തം അതിനെ ഓർമ്മിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. കൂടുതൽ വ്യക്തമായിട്ട് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്, നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പക്ഷേ ജൂലൈ 30 ശേഷം അവിടെ നിന്ന് ദുരന്തത്തിന് ഇരയായ ആളുകളുടെ ഒരവസ്ഥ ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നാണ്. അവരുടെ വീട്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, അവരുടെ ജീവിത നിലവാരം, അവരുടെ സാമൂഹികാന്തരീക്ഷം, അവരുടെ ആരോഗ്യം, അവരുടെ കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ ഇന്നെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. വളരെ സീറോയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവർക്ക് ഭവനങ്ങൾ ഒരുങ്ങുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു സിസ്റ്റം ശരിയല്ല സാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിസ്റ്റം ശരിയാവേണ്ടതുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതൊക്കെ, ഈ പുനരധിവാസം എന്നതൊക്കെ കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ടതല്ല. അതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. ഒരു പാലം നമ്മുടെ നാട്ടിൽ കെട്ടണമെങ്കിൽ എത്ര മാസം എടുക്കും? ഒരു 5-6 മാസം മിനിമം നമ്മളെടുക്കും. എന്നാൽ ഒരു ബെയിലി പാലം കെട്ടാൻ മണിക്കൂർ 25 വേണ്ടി വന്നിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ ഒരു സൗകര്യം വേണമെന്നതുകൊണ്ട് നടപ്പിലാക്കിയതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വീട് എന്ന് പറയുന്നത് ജനങ്ങളുടെ പാർപ്പിടം, ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ട ആളുകൾ, കാരണം അവർക്ക് ഉറ്റവരില്ല, ഉടയവരില്ല, അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കണം. അപ്പോൾ അവർക്കൊക്കെ ഇത് ചുവപ്പ് നാടയുടെ പേരും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നൊരവസ്ഥ ശരിയല്ല. ഇപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം, സ്വാഗതാർഹം, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും അവരൊരുപാട് ഇപ്പോഴും ഉണ്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത ആളുകൾ, അർഹതയുണ്ടായിട്ടും ലിസ്റ്റിൽ കിട്ടാത്ത, സഹായങ്ങൾ കിട്ടാത്ത, വാഹനങ്ങൾ നഷ്ടപ്പെട്ട, തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ട, അത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം ഇത്തരം ഇരയാക്കപ്പെട്ട ആളുകളോടൊപ്പം നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല, നമ്മുടെ സിസ്റ്റങ്ങൾക്ക് കഴിയുന്നില്ല എന്നത്? അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചകളും പുനർവിചിന്തനങ്ങളും ഒക്കെ നടക്കേണ്ടത്. എല്ലാ ദുരന്തവും അവർ ചെയ്യാത്തൊരു തെറ്റുകൊണ്ട് അവർ അനുഭവിക്കുകയും വേണം. പിന്നീട് ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവർ നിരന്തരമായ സമരങ്ങളിലും നിരന്തരമായ ഓഫീസുകൾ കയറി ഇറങ്ങലുകളിലും ഒക്കെ വിധേയമാകേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു ലജ്ജയായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനെ ഏറ്റെടുത്ത് ഇതിനൊരു മാറ്റമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ചിന്തകൾ ഇനി മുതൽ തന്നെ നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിന് ഇരയാക്കപ്പെട്ട ഒരുപാട് നമ്മളൊന്നും പരിചയമില്ലാത്ത, നമ്മളൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജൂലൈ 30, ഇത്തരം ഒരു ജൂലൈ 30 ഇനി ഒരാൾക്കും കാണാനോ അറിയാനോ അനുഭവിക്കാനോ ഇടയുണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.